എല്ലാവർക്കും നമസ്കാരം. ജ്ഞാനാമൃതം എന്ന ശീർഷകത്തിൽ ഉപനിഷത്തിനെയും ഭഗവത്ഗീതയെയും ഭാഗവതത്തെയും യോഗവാസിഷ്ഠത്തെയും പ്രായോഗികമായി സമീപിക്കുന്ന ഒരു വീഡിയോ സീരീസിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. ജ്ഞാനാമൃതം എന്ന സീരീസിലെ അടുത്ത വീഡിയോ ആണ്. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉപനിഷത്ത് ദാനത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നാണ്. നാം എന്താണോ ദാനത്തെക്കുറിച്ച് നാം ധരിച്ചു വച്ചിരിക്കുന്നത്, ഉപനിഷത്തിൻ്റെ ഭാഷ എന്താണ്? ഉപനിഷത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ദർശനമാണ്. ഒരുപക്ഷെ ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല സാഹിത്യത്തിൽ അത്യുത്തമം എന്ന് തന്നെ പറയാവുന്ന ഉപനിഷത്ത്, ഏറ്റവും ചുരുങ്ങിയത് അത്യുത്തമമായ സാഹിത്യങ്ങളിൽ ഒന്ന് എങ്കിലും ഉപനിഷത്തിനെ നാം പറഞ്ഞേ മതിയാവൂ. കാരണം ഇത് മനുഷ്യരാശിയെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളെയും, ചേതനവും അചേതനവുമായ എല്ലാ ജീവജാലങ്ങളെയും അഭിസംബോധന ചെയ്യുന്ന സാഹിത്യമാണ് ഉപനിഷത്ത്. ഉപനിഷത്ത് ദാനത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നാം ചർച്ച ചെയ്യുന്നത് തൈത്തിരീയോപനിഷത്താണ് ചർച്ച ചെയ്യുന്നത്. അതിലാണ് ആദ്യ അധ്യായമായ ശിക്ഷാവല്ലിയിലാണ് ദാനത്തെക്കുറിച്ച് ഉപനിഷത്ത് അതിമനോഹരമായി നമ്മളോട് പറഞ്ഞു തരുന്നത്. ഉപനിഷത്ത് പറയുന്നു, ശ്രദ്ധയാ ധേയം അശ്രദ്ധയാ അധേയം ശ്രിയാ ധേയം ഹ്രിയാ ധേയം ഭിയാ ധേയം സംവിദാ ധേയം. ഇതാണ് ഉപനിഷത്ത് പറയുന്നത്. ആദ്യം പറയുന്നു ശ്രദ്ധയാ ധേയം. ഏതെങ്കിലും ദാനം ചെയ്യുന്നത് ആദരവോടുകൂടി വേണം. അശ്രദ്ധയാ അധേയം. ഒരിക്കലും അനാദരവോടുകൂടി ദാനം ചെയ്യരുത്. ഐശ്വര്യമായിട്ടാണ് നൽകേണ്ടത്. ശ്രീയാധേയം, ഐശ്വര്യമായിട്ട് നൽകണം. അതിനുശേഷം ഹ്രിയാധേയം, വിനയത്തോടുകൂടി നൽകണം, ലജ്ജയോടുകൂടി നൽകണമെന്നാണ് ദാനത്തിനെക്കുറിച്ച് ഉപനിഷത്തിൻ്റെ ഭാഷ. എത്ര ഉദാത്തമായിട്ടുള്ള ആശയമല്ല, ഉദാത്തമായിട്ടുള്ള ഉപദേശമാണെന്ന് നോക്കൂ. ഉപനിഷത്ത് പറയുന്നു, ദാനം വാങ്ങുന്നവൻ അഭിമാനത്തോടെയാണ് വാങ്ങേണ്ടത്. ദാനം കൊടുക്കുന്നവൻ വിനയത്തോടെയും ലജ്ജയോടെയുമാണ് കൊടുക്കേണ്ടത്. നാം എന്താണ് കണ്ടുവരുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ഉപനിഷത്തിൻ്റെ ഭാഷ എന്നുള്ളത്? അതിൻ്റെ താരതമ്യം ചെയ്യേണ്ടതുണ്ട്. നാം ആർക്കാണോ കൊടുക്കുന്നത്, ആരാണോ ഇത് സ്വീകരിക്കുന്നത്, അദ്ദേഹം അഭിമാനത്തോടു കൂടി സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം പ്രപഞ്ച സംവിധാനത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. വാങ്ങുന്നവനും കൊടുക്കുന്നവനുമെല്ലാം പ്രപഞ്ച സംവിധാനത്തിൻ്റെ സൃഷ്ടിയാണ്. ഉപനിഷത്ത് പറയുന്നു, അമൃതസ്യ പുത്ര എന്നാണ്. പുത്ര എന്ന് പറഞ്ഞാൽ പുത്ര, പുത്രി, ഇതെല്ലാം ഉപനിഷത്തിൻ്റെ ഭാഷയാണ് കേട്ടോ. അതായത് ഉപനിഷത്തിന് ലിംഗവിവേചനമില്ല, ജാതി വിവേചനമില്ല, യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളില്ലാതെയാണ് മനുഷ്യരാശിയെ മാത്രമല്ല സകല ജീവജാലങ്ങളെയും അഭിസംബോധന ചെയ്യുന്ന സാഹിത്യമാണ് ഉപനിഷത്ത് എന്ന് നാം നേരത്തെ പറഞ്ഞു. അപ്പോൾ അമൃതസ്യ പുത്ര എന്ന് പറയുമ്പോൾ ആൺ പെൺ എല്ലാം അതിൽ ഉൾപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. അമൃതസ്യ പുത്ര എന്നാൽ യാതൊരു മരണവുമില്ലാത്ത എൻ്റെ മകനാണ് നീ, ഈ പ്രപഞ്ച സംവിധാനത്തിൻ്റെ മകനാണ് നീ എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ഉപനിഷത്ത് ദാനം കൊടുക്കുന്നവരോട് പറയുന്നു, ലജ്ജയോടുകൂടി കൊടുക്കണം. ശ്രീയാദേയം ഹ്രിയാദേയം ഭിയാദേയം. നീ അത് ഭയത്തോടുകൂടിയാണ് ദാനം കൊടുക്കേണ്ടത്. ഭയത്തോടു കൂടിയാണ് ദാനം കൊടുക്കേണ്ടത്. അഭിമാനത്തോടു കൂടി അല്ല ദാനം കൊടുക്കേണ്ടത്. വാങ്ങുന്നവൻ അഭിമാനത്തോടു കൂടി വാങ്ങേണ്ടതുണ്ട്. കാരണം ഈ പ്രപഞ്ച സംവിധാനത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ പുത്രനും പുത്രിയുമാണ് വാങ്ങുന്നത്. അതായത് ഉപനിഷത്ത് പറയുന്നു, ഞാൻ
നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് നിന്നിൽ എത്തിക്കാൻ വേണ്ടി സമ്പത്തും അതിനുള്ള ദാനം നൽകുവാനുള്ള ഹൃദയവും നൽകി ഈ ദാതാവിനെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ സ്വീകർത്താവാണ്. ദാതാവിൻ്റെ ഒരു മുതലല്ല നീ സ്വീകരിക്കുന്നത്, ഈ പ്രപഞ്ച സംവിധാനത്തിൻ്റെ അനുഗ്രഹമാണ് നീ സ്വീകരിക്കുന്നത്. അതിനാൽ നീ അഭിമാനത്തോടു കൂടി അത് സ്വീകരിക്കേണ്ടതുണ്ട്. അമൃതസ്യ പുത്ര, അത്ര മനോഹരമായിട്ടാണ്, അതിമനോഹരമായിട്ടാണ്. അതായത് ദാനം കൊടുക്കുമ്പോൾ ലജ്ജയോടെയും ഭയത്തോടെയും വിനയത്തോടെയും ആദരവോടെയും കൊടുക്കേണ്ടതുണ്ട് എന്നതാണ് ഉപനിഷത്തിൻ്റെ ഭാഷ. നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം എന്തെങ്കിലും കാരണവശാൽ സ്വീകരിക്കുന്ന സമയത്ത് നാം യാതൊരു തരത്തിലുള്ള ലജ്ജയോടെയും അല്ല സ്വീകരിക്കേണ്ടത്, അഭിമാനത്തോടെയാണ് സ്വീകരിക്കേണ്ടത്. തീർച്ചയായിട്ടും ആ ഉടമ്പടിയോട് നാം മര്യാദ കാണിക്കേണ്ടതുണ്ട്, തീർച്ചയായിട്ടും. എന്നിരുന്നാലും ആരെങ്കിലും ദാനം നൽകുന്നത്, അതായത് യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ കൊടുക്കുന്നതിനെയാണ് ദാനം എന്ന് പറയുക. ഉപനിഷത്തിൻ്റെ ഭാഷയാണ്. ഇത് എല്ലാവരുമായിട്ടും ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. ഒരിക്കൽ കൂടി അത് ഉപനിഷത്ത്, തൈത്തിരീയോപനിഷത്ത്, അത് ശിക്ഷാവല്ലിയിലെ ആ ഭാഗം നാം നോക്കാം. ശ്രദ്ധയാധേയം അശ്രദ്ധയാ അധേയം ശ്രേയാധേയം ഹ്രിയാധേയം ഭിയാധേയം സംവിദാധേയം. എല്ലാവർക്കും നമസ്കാരം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സദ്ഗുരു ചരണാരവിന്ദ കി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.